മുംബൈ ഭീകരാക്രമണത്തിന്റെ വിശദമായ പദ്ധതി തയ്യാറാക്കിയത് ദുബായിൽ വെച്ചെന്ന് സൂചന. റാണ കൂടിക്കാഴ്ച നടത്തിയത് ദാവൂദ് കമ്പനിയിലെ ഉന്നതനുമായെന്നാണ് സൂചന. ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നുമാണ് പുറത്തുവരുന്ന വിവരം. മുംബൈയിൽ ഭീകരാക്രമണം നടത്തുന്നതിനു മുന്നോടിയായി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും റാണയും ഇന്ത്യയിലേക്കും മറ്റു ചില വിദേശ രാജ്യങ്ങളിലേക്കും യാത്ര നടത്തിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന്റെ വിശദാംശങ്ങളും NIA ശേഖരിച്ചിരുന്നു. ദുബായിൽ വെച്ചാണ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്തിമ പദ്ധതി തയ്യാറാക്കിയതെന്നാണ് സൂചന. എന്നാൽ ഇത് NIA ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. തഹാവൂർ റാണയെ തുടർച്ചയായി NIA ചോദ്യം ചെയ്തു വരികയാണ്. ഖുറാന്റെ പകർപ്പ്, പേന, പേപ്പർ എന്നിവ റാണ ആവശ്യപ്പെട്ടത് പ്രകാരം നൽകിയതായാണ് വിവരം. കസ്റ്റഡിയിലുള്ള റാണ NIAയോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. സ്വയം ഉപദ്രവിക്കാൻ പേന ഉപയോഗിക്കുന്നില്ലെന്നും ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാനും NIA അനുമതി തേടിയിട്ടുണ്ട്. റാണ ഇത് നിഷേധിച്ചാൽ അനുമതി തേടി NIA കോടതിയെ സമീപിക്കും. നിലവിൽ അന്വേഷണ ഏജൻസിയുടെ പക്കലുള്ള ശബ്ദരേഖയുമായി താരതമ്യം ചെയ്യാനാണിത്. ഇതിനു പുറമെ കോടതിയിൽ അഭിഭാഷകനെ നിയോഗിക്കുന്നതിൽ ഉപാധികളും റാണ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണരുതെന്നും തന്റെ പേരിൽ പ്രശസ്തനാകാൻ ശ്രമിക്കുന്ന അഭിഭാഷകൻ വേണ്ടെന്നുമാണ് റാണ NIA അറിയിച്ചത്. അതേസമയം റാണ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ റാണയിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.